ഇപ്പോൾ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉമ്മൻചാണ്ടി സംസാരിക്കുന്നു. തത്സമയം കൂടി വരികയാണ്. ഇന്നത്തെ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ വെച്ച് ഇന്ന് വളരെയധികം പരിമിതികൾ ഇതിൽ രക്ഷകർത്തുന്നതിന് കർഷകർക്കുണ്ട്. നിശ്ചയമായും ഒരു പഠനം നടത്തി തീരുമാനമെടുത്തേ മതിയാകൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവരുമ്പോൾ ഉള്ള സ്ഥിതിയല്ല ഇന്ന് ആ രംഗത്തുള്ളത്. കാരണം വന്യമൃഗ സംരക്ഷണം വളരെ ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കി. അതിൻ്റെ ഫലമായി വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകിയിരിക്കുകയാണ്. വനത്തിൽ ഇന്ന് അവർക്ക് ഇടമില്ലാതെ വെള്ളം കുടിക്കാൻ തീറ്റ അന്വേഷിച്ച് ഇന്ന് കാട്ടിന് പുറത്തേക്ക് വരിക, കൃഷിഭൂമിയിലേക്ക് വരിക, നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലേക്ക് വരിക. അപ്പം ഈ സാഹചര്യം കണ്ടില്ല എന്ന് ഒരു വിധത്തിൽ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല. വന്യജീവി സംരക്ഷണം വേണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ മനുഷ്യജീവന് വന്യജീവിയേക്കാൾ കൂടുതൽ വിലയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകരുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന സാഹചര്യം അതിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തേ മതിയാകൂ. അതിന് നിശ്ചയമായും UDFും UPIയും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സാധാരണ നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇപ്രാവശ്യം അത് തന്നെ. പക്ഷെ അതിലുപരി കഴിഞ്ഞ 5 വർഷം ഭരിച്ച നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ 5 വർഷം നഷ്ടപ്പെടുത്തി. വികസന രംഗത്ത്, പുരോഗതിയുടെ രംഗത്ത് നഷ്ടപ്പെടുത്തി. അതിലുപരി നമ്മുടെ രാജ്യം നേടിയ ഒരു വലിയ പ്രസക്തിയുണ്ട് ലോകത്ത്. വളരെ ഇന്ത്യയുടെ പ്രസക്തി എന്താ? ലോകം മുഴുവൻ ഇന്ത്യ അംഗീകരിച്ചത് എന്താ? നമ്മളുടെ മഹാമനസ്കത. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. എല്ലാ സംസ്കാരങ്ങളും, എല്ലാ ഭാഷകളും, എല്ലാ വിശ്വാസങ്ങളും എല്ലാം ഒന്നിച്ച് മുമ്പോട്ട് പോകുന്ന സ്ഥിതിവിശേഷം. ആ വലിയ നേട്ടം ഇന്നില്ലാതെയാക്കുകയാണ്. അതുപോലെ ഈ 73 കൊല്ലക്കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത നമുക്ക് അഭിമാനകരമായ സ്ഥാപനങ്ങൾ, നമ്മുടെ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള ആ സ്ഥാപനങ്ങൾ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. ജുഡീഷ്യറിയെ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചു. RBIയുടെ വിശ്വസനീയത നഷ്ടപ്പെടുത്തി. CBI ഇന്ന് വളരെയേറെ ആക്ഷേപങ്ങൾക്ക് വിധേയമായി.